ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഹെയർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. ബിക്കോസ് എനിക്കോ പറ്റി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ ഇടുന്നത്. ലാസ്റ്റ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കാര്യം ഒരുപാട് ആൾക്കാർ ഇതിൽ പെട്ട് കിടപ്പുണ്ട്, ഒരു ചുരുളിയിൽ പെട്ട് കിടക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ബേസിലാണ് ഈ സെക്കൻഡ് വീഡിയോ ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ സലൂണുകളിലും ഓരോരോ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് വരും. ലൈക്ക് സ്മൂത്തനിങ്, അത് ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഓഫേഴ്സ് വരും ട്രീറ്റ്മെൻറ്റ്സിന്. അപ്പോൾ ഈ ഓഫേഴ്സ് ഒന്നും 2000 സ്റ്റാർട്ട് ചെയ്താണ് ഓഫർ വരിക. സലൂണുകാർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, നമ്മളെ അഫോർഡ് ആക്കുന്ന രീതിയിലാണ് അവർ ഓഫേഴ്സും കാര്യങ്ങളും തരുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു സർവീസുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവും. ബിക്കോസ് നിങ്ങൾ ടീനേജറാണ്, വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. നമ്മൾ ഈ കാണുന്ന ഈ സർവീസൊക്കെ ഈ ചെറിയ എമൗണ്ടിൽ ചെയ്തിട്ട് നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എങ്ങനെ പോയാലും അത്യാവശ്യം 14,000 3,500 രൂപ വരും. ഞാൻ ഫസ്റ്റ് ബില്ലിൽ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു ഷാമ്പും കണ്ടീഷണറും മേടിച്ചപ്പോൾ വന്ന ഒരു റേറ്റാണ്. ഷാമ്പും കണ്ടീഷണറും മാത്രമല്ല, ഇതിൽ മാസ്ക് ഉണ്ട്, ഹെയർ സെറം ഉണ്ട്. അതായത് കണക്ക് മന്ത്ലി വൺസ് നമുക്ക് ഹെയർ സ്പായും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം മന്ത്ലി നല്ലൊരു എമൗണ്ട് നമുക്ക് ഈ ഒരു സർവീസ് നമ്മൾ ആഫ്റ്റർ സർവീസ് നമ്മൾ ഹെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സലൂണുകാരെ പിന്നെ കുറ്റമായിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത എൻ്റെ സർവീസും വേസ്റ്റ് ഓഫ് മണിയാവും. പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറം എമൗണ്ട് കയ്യിൽ നിന്ന് പോയിട്ട് വേണം ഇതിനെ നമുക്ക് ഹെയറിന് ട്രീറ്റ്മെൻറ്റ് അടുത്ത് ചെയ്യേണ്ടി വരും. സോ ഇതുപോലത്തെ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ട് ചെറിയ എമൗണ്ട് അല്ലേ ഉള്ളൂ, നമുക്കങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞ് ഓടിപ്പോയാലും ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റും കൂടെ കിടപ്പുണ്ട്. ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് മാത്രമേ ഇങ്ങനത്തെ സർവീസിലോട്ട് നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ.